സ്വാഗതം പ്രിയപ്പെട്ടവരെ. നിശ്ചയദാർഢ്യത്തിൻ്റെ, ലക്ഷ്യബോധത്തിൻ്റെ, വിജയം തേടുന്ന മനസ്സിൻ്റെ പ്രതീകാത്മകമായ വിശാഖം നക്ഷത്രക്കാരുടെ 2026 വാർഷിക ഫലത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ഒരിക്കൽ തീരുമാനിച്ചാൽ പിന്നോട്ട് നോക്കാത്തവർ, ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്ന് ശക്തമായ ആഗ്രഹമുള്ളവർ, അതെ, അവരാണ് വിശാഖം നക്ഷത്രക്കാർ. നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പുകളുടെ വർഷമാണ് 2026. ഈ വർഷം നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരും, എനിക്ക് എന്താണ് വേണ്ടത്, ഞാൻ ആരാകണം? ഇപ്പോൾ ഓരോ മേഖലയിലും ഈ വർഷം നിങ്ങൾക്ക് എന്താണ് ഒരുക്കിയിരിക്കുന്നതെന്ന് വളരെ വിശദമായി നമുക്ക് നോക്കാം. 2026 വർഷത്തിൻ്റെ സമഗ്ര അവലോകനം. 2026 വിശാഖം നക്ഷത്രക്കാർക്ക് ലക്ഷ്യസാധനത്തിൻ്റെ വർഷമാണ്. പഴയ ആഗ്രഹങ്ങൾ വീണ്ടും ശക്തമായി മനസ്സിൽ വരും. ചില ലക്ഷ്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ചിലത് ജീവൻ കൊണ്ട് തന്നെ നേടിപ്പിടിക്കേണ്ടി വരും. ഈ വർഷത്തിൻ്റെ പ്രധാന പാഠം ഇതാണ്: എല്ലാ വിജയവും ഒരുപോലെ മനസ്സിന് സമാധാനം നൽകില്ല. നിങ്ങൾ അധിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങൾക്ക് സമ്മർദ്ദമുണ്ടാകും, ആത്മസംഘർഷമുണ്ടാകും. ഇതിലൂടെയൊക്കെ നിങ്ങൾ കൂടുതൽ പക്വനായ മനുഷ്യനായി മാറും. തൊഴിൽ ആൻഡ് കരിയർ ഫലം. ജോലി ചെയ്യുന്നവർക്ക് ഈ വർഷം കഠിനാധ്വാനം കൂടുതലാകും. ഉത്തരവാദിത്വം ഉയരും. നിനക്ക് കഴിയും എന്ന് നീ തെളിയിക്കേണ്ട സാഹചര്യങ്ങൾ വന്നെത്തും. നിങ്ങൾക്ക് അനുകൂലമായ മേഖലകൾ ഇവയൊക്കെയാണ്: മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ, ബാങ്കിംഗ്, ഗവൺമെൻറ്, ലീഡർഷിപ്പ് പോസ്റ്റുകൾ. നിങ്ങൾക്ക് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ പ്രൊമോഷന് സാധ്യതകളുണ്ട്. നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ തിരിച്ചറിയപ്പെടും. നിങ്ങളുടെ അധികമായുള്ള ജോലി ആരോഗ്യത്തെ ബാധിച്ചേക്കാം. അധികമായ പ്രതീക്ഷയും ഒന്നിലും വയ്ക്കാതിരിക്കുക. അവ നിരാശയിലേക്ക് നയിക്കരുത്. ബിസിനസ്സും സ്വയം തൊഴിലും ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ വലിയ വിജയം നേടാൻ കഴിയുന്ന ഒരു വർഷമാണിത്. നിങ്ങൾക്ക് ദീർഘകാല പദ്ധതികളും വലിയ നിക്ഷേപങ്ങളും ബ്രാൻഡ് ബിൽഡിങ്ങും നന്നായി അനുകൂലമായ ഒരു വർഷമാണിത്. നിങ്ങൾക്ക് ഏറ്റവും മികച്ച കുറച്ച് മേഖലകൾ ട്രേഡിംഗ്, റിയൽ എസ്റ്റേറ്റ്, ഫിനാൻസ്, കൺസ്ട്രക്ഷൻ എന്നിവയൊക്കെയാണ്. നിങ്ങൾക്ക് അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ ആപത്ത് വരുത്തി വെച്ചേക്കാം. എല്ലാം നീ തന്നെ നിയന്ത്രിക്കണം എന്ന മനോഭാവം മാറ്റുക. സാമ്പത്തിക ഫലം. 2026 സാമ്പത്തികമായി ഉയർച്ചയും സമ്മർദ്ദവും ഒരുമിച്ചുള്ള ഒരു വർഷമാണ്. നിങ്ങൾക്ക് വലിയ വരുമാനത്തിന് സാധ്യതയുണ്ട്. ബോണസും ഇൻസെൻറ്റീവ്സും ലഭിക്കാം. ബിസിനസ്സിൽ ലാഭമുണ്ടാകും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കും ആസ്തി വാങ്ങലിനും ആരോഗ്യത്തിനുമായി ഒരുപാട് ചിലവുകൾ വന്നെത്താം. ദീർഘകാലമായുള്ള നിക്ഷേപങ്ങൾ നല്ലതാണ്. ഭൂമിയും സ്വത്തും കൈക്കലാക്കാൻ അനുകൂലമായ സമയമാണിത്. മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും കടം എടുക്കരുത്. അത് നിങ്ങളെ പ്രശ്നത്തിലേക്ക് നയിച്ചേക്കാം. കുടുംബ ബന്ധം. 2026 ബന്ധങ്ങളിൽ അധികാരവും വികാരവും കൂടിച്ചേരുന്ന ഒരു വർഷമാണ്. കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നിങ്ങളുടെ മേൽ വരും. മുതിർന്നവരുടെ ആരോഗ്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യത്തിൽ വിജയം നേരിടും. നിങ്ങൾ അധികം നിയന്ത്രിക്കുന്നതായി തോന്നാം. പങ്കാളിക്ക് മനസ്സിലാക്കാനുള്ള സമയം നൽകുക. അവിവാഹിതർക്ക് ശക്തമായ ബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതകളുണ്ട്. വിവാഹ ചർച്ചകൾ നടന്നേക്കാം, പക്ഷേ തീരുമാനങ്ങൾ വൈകാം. ആരോഗ്യഫലം. 2026 ആരോഗ്യത്തിൽ സമ്മർദ്ദം മൂലമുള്ള പ്രശ്നങ്ങൾ പ്രധാനമാണ്. സാധ്യമായ പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ്: രക്തസമ്മർദ്ദം, ദഹന പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, നെഞ്ചിൽ അസ്വസ്ഥത. കാരണം നിങ്ങളുടെ ഓവർ വർക്കും റെസ്റ്റ് ഇല്ലായ്മയുമാണ്. നിങ്ങൾ നിർബന്ധമായും വ്യായാമം ചെയ്യുക, യോഗയോ അല്ലെങ്കിൽ ധ്യാനത്തിലോ ഏർപ്പെടുക. കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക. വിദ്യാഭ്യാസം ആൻഡ് പഠനം. വിശാഖം നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്ക് മികച്ച സമയമാണ്.
ലക്ഷ്യം വ്യക്തമായാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. നിങ്ങൾക്ക് അനുകൂലമായ മേഖലകൾ സിവിൽ സർവീസ്, മാനേജ്മെൻറ്റ്, ലോ ആൻഡ് ഫിനാൻസ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സമ്മർദ്ദം ഒരിക്കലും പഠനത്തെ ബാധിക്കരുത്. യാത്ര. ജോലി സംബന്ധിച്ചുള്ള യാത്രകൾ ഈ വർഷം വേണ്ടി വന്നേക്കാം. ദീർഘദൂര യാത്രകളും വിദേശ യാത്രകളും നിങ്ങൾക്ക് ഈ വർഷം അനുകൂലമാണ്. യാത്രകൾ പുതിയ അവസരങ്ങൾ തുറക്കും. 2026 മാസം പ്രതിയുള്ള ഒരു ക്വിക്ക് സമ്മറി നോക്കാം. ജനുവരി മുതൽ ഫെബ്രുവരി വരെ പുതിയ പദ്ധതികൾക്ക് നിങ്ങൾ പ്ലാൻ ഇടും. മാർച്ച് മുതൽ ഏപ്രിൽ വരെ അതിൽ സമ്മർദ്ദം നേരിട്ടേക്കാം. മെയ് മുതൽ ജൂൺ വരെ ഉയർച്ചകൾ ഉണ്ടാകും. ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ നിങ്ങളുടെ ബന്ധങ്ങളിൽ പരീക്ഷണങ്ങൾ നേരിട്ടേക്കാം. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ സാമ്പത്തികമായ നേട്ടം നിങ്ങളെ തിരഞ്ഞെത്തും. നവംബർ മുതൽ ഡിസംബർ വരെ സമാധാനം ഉണ്ടാകും. ഈ നക്ഷത്രക്കാർക്കുള്ള കുറച്ച് ടിപ്സ് ആൻഡ് റെമഡീസ്. എല്ലാ വ്യാഴാഴ്ചയും ഗുരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുക. അന്നദാനം വളരെ ശ്രേഷ്ഠമായ ഒരു ദാനമാണ്. നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം ഇതാണ്: ഓം ഗുരുവേ നമ. നിങ്ങളുടെ വിജയവും വിനയവും ദീർഘകാലത്തിലേക്കുള്ള സമാധാനത്തിൻ്റെ താക്കോലായിരിക്കും. പ്രിയപ്പെട്ട വിശാഖം നക്ഷത്രക്കാരെ, 2026 നിങ്ങളെ പരീക്ഷിക്കാനല്ല, നിങ്ങളുടെ കഴിവ് ലോകത്തോട് തെളിയിക്കാനാണ് വരുന്നത്. പക്ഷേ ഓർക്കുക, എത്ര വിജയം നേടിയാലും നിങ്ങളുടെ ഹൃദയം നഷ്ടപ്പെടുത്തരുത്. ശക്തിയോടെ മുന്നേറൂ, വിനയത്തോടെ വിജയിക്കൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണാം മറ്റൊരു നക്ഷത്രഫലവുമായി. എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരട്ടെ.